അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പരിചയപ്പെടുത്താനുള്ളത് എന്റെ സ്വന്തം പ്രൊഡക്റ്റായ ഷെമീസ് മാജിക് ഹെർബൽ ഓയിലിനെ കുറിച്ചാണ്. മറ്റു പല ഹെയർ ഓയിൽസ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ലഭിക്കാത്തവർക്ക് വേണ്ടി സ്പെഷ്യലി തയ്യാറാക്കിയ പ്രീമിയം ഓയിലാണിത്. 120ഓളം ഹെർബൽസ് ചേർത്ത് തയ്യാറാക്കിയ ഈ ഓയിൽ മുടി കൊഴിച്ചിൽ, താരൻ, കഷണ്ടി, മുടി കട്ടിക്കുറവ്, മുടി പൊട്ടിപ്പോകൽ, പ്രത്യേകിച്ച് നര എന്നിവ കുറയ്ക്കാൻ പൂർണ്ണമായിട്ട് സഹായിക്കും. റിസൾട്ട് ലഭിച്ചില്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്യാഷ് റീഫണ്ട് നൽകുന്നതാണ്. നമ്മുടെ എണ്ണ ഉപയോഗിച്ചവരുടെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ഫീഡ്ബാക്സ് മാത്രം വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോയിൽ ചേർത്താൽ വീഡിയോയ്ക്ക് ലെന്ത് കൂടും. എണ്ണ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വന്നാൽ ബാക്കി ഫീഡ്ബാക്സ് എല്ലാം അയച്ചു തരാം. ഓർഡർ ചെയ്യാനും റേറ്റും ഡീറ്റെയിൽസും അറിയാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഇതിനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകി എടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം മധുരമുണ്ട്. നമ്മുടെ ബീട്രൂട്ടിൽ മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ശർക്കര എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ശർക്കര അളന്നെടുത്ത അതേ കപ്പിന്റെ അളവിൽ തന്നെ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്ലാസിൻ്റെ അളവിലാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ ശർക്കര അളന്നെടുക്കുക. ഗ്ലാസിൻ്റെ അളവിലാണ് ശർക്കര അളന്നെടുക്കുന്നതെങ്കിൽ ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ 1/4 ഗ്ലാസ് വെള്ളം അളന്നെടുക്കുക. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ശർക്കര അങ്ങ് ഉരുകി വന്നോളും. നമ്മൾ പൊടിച്ച ശർക്കരയല്ലേ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഓർഗാനിക് ശർക്കരയാണ്. അതുകൊണ്ട് കല്ലും മണ്ണും അഴുക്കൊന്നും ഉണ്ടാവില്ല. കല്ലും മണ്ണും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തിളപ്പിച്ച് ശർക്കര ഉരുക്കി എടുത്തതിന് ശേഷം ഒരു അരിപ്പയെ കൂടെ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഉരുകി കിട്ടും. അപ്പോൾ ആ ശർക്കര എല്ലാം ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഒരു നൂൽ പാവൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കര എല്ലാം ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ കല്ലും മണ്ണും ഉണ്ടെങ്കിൽ അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബീട്രൂട്ട് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ബീട്രൂട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ബീട്രൂട്ടിലെ വെള്ളമൊക്കെ വറ്റി ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് വരെ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴമാണ്. ഒരു നേന്ത്രപ്പഴം, നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം നോക്കിയെടുക്കാം. പഴുക്കാത്ത നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ ഒരു കറച്ചവ ഉണ്ടാവും. നേന്ത്രപ്പഴവും ഈ നെയ്യിൽ കിടന്ന് വയന്ന് വെന്ത് വരണം. ഒന്നുകിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ നേന്ത്രപ്പഴം ഒന്ന് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ബീട്രൂട്ടായിട്ട് യോജിച്ചിട്ടു. അപ്പം നേന്ത്രപ്പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉടയ്ക്കേണ്ട ആവശ്യമില്ല. നല്ല പഴുത്ത നേന്ത്രപ്പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും, നല്ല നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ്. തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പാൽപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, തേങ്ങ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങയായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാം
ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് റവയാണ്. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. റവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. റവയെല്ലാം ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. റവയെല്ലാം നന്നായിട്ട് കുക്കാവണം. ഒന്നിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാനും പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കശുവണ്ടി പരിപ്പ് ഒന്ന് ഇടിയല്ല വെച്ചിട്ട് ഒന്ന് ഇടിച്ച് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ നട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്ത് പൊടിക്കാത്ത ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് പാനിൽ നിന്ന് വിട്ട് വരണം. അതുവരെയും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കടായിൽ നിന്ന് വിട്ട് വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കടായിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇത്രയും മതി. ഇനി ഒരുപാടിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കടായിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പം ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ചൂടൊന്ന് മാറണം. അപ്പോൾ ഇതിൻ്റെ ചൂട് ഒരുപാടങ്ങ് മാറണ്ട. ജസ്റ്റ് ഒന്ന് ചൂട് മാറിന് ശേഷം ഇതുപോലത്തെ ഒരു ചെറിയൊരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഇതുപോലെ ബൗളിൽ നമുക്ക് കുറച്ച് മിക്സ് എടുക്കാം. ബൗളിലേക്ക് ഒന്ന് നിറച്ചൊന്ന് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചെറിയ ബൗൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ബൗളിൽ സെറ്റ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പേപ്പർ കപ്പൊക്കെ ഉണ്ടാവില്ലേ, കേക്ക് ഒക്കെ തയ്യാറാക്കുന്ന പേപ്പർ കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തിരിച്ച് കയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതങ്ങ് എടുക്കാം. കണ്ടില്ലേ, നല്ലൊരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ബീട്രൂട്ടും നേന്ത്രപ്പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്